ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുണ്ട്, ഒന്ന് പുഴുങ്ങിയെടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ആവിച്ചെമ്പിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്, സ്റ്റീമറി വെച്ചിട്ട്. അപ്പോൾ ഇത് ഒന്ന് തോലിച്ചെത്താം. തോലി എത്തിയിട്ട് കട്ടാക്കാം. കണ്ടോ, ഇതുപോലെ തോല് ചെത്തിയിട്ട് ചെറിയ പീസാക്കി എടുക്കാം. നമുക്കിത് പീസാക്കി എടുക്കാം. കണ്ടോ, തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ രീതിക്ക് നമുക്ക് പീസാക്കി എടുക്കാം. ഇത് ആവിച്ചെങ്കിൽ വെച്ച് കൊടുക്കുക. കണ്ടോ, സ്റ്റീമറിൽ വെച്ചിട്ട് വേർപ്പിച്ചെടുക്കുക. വേവട്ടെ. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതൊന്ന് ചൂടാകട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് സവാള പൊടിയായി അരിഞ്ഞതുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക്, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതൊക്കെ നല്ലതാണ്, വയറിനെല്ലാം നല്ലതാണ് പെരിഞ്ജീരകമെല്ലാം. കുറച്ച് കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് നന്നായി ചേർത്തിളക്കിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായി ചേർത്തിളക്കിയെടുക്കുക. നമ്മളെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. ഞാൻ ഇതൊക്കെ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഏകദേശം ഒരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. കണ്ടോ, കയ്യിൽ കുറച്ച് എണ്ണ വെള്ളം എന്തെങ്കിലും പരത്തിയാൽ മതി. ഈ വലിപ്പത്തിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. തീ ചെറുതാക്കി വെച്ച് കൊടുക്കണം. തീ സിമ്മിൽ വെച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അടി കാണിപ്പോവും. വലിയ കണ്ടോ, രണ്ട് വശം വെന്ത് വന്നിട്ടുണ്ട്. ഇതെടുക്കാം. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേട്ടെ. പിന്നെ ഒരു 3-4 കൂടി ഉണ്ട്, അതും കൂടി ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. വൈകുന്നേരം ചായക്ക് നല്ല ഉണ്ടാവും കേട്ടോ. അതുപോലെ നമുക്ക് പാത്രത്തേക്ക് സെർവ് ചെയ്യാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനി ഈ വശം കൂടി വന്ന് നമുക്കിത് എടുക്കാം. അടുത്ത് 3-4 കൂടി ഉണ്ടാവും ഇട്ടെടുത്തിട്ട് അതും കൂടെ പൊരിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് കഴിക്കുമ്പോൾ വല്ല സോസോ എന്തെങ്കിലും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പൊരിച്ച ഈവനിങ് സ്നാക്കൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാട്ടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമേ. ഉണ്ടോ? നല്ല ചൂട്ടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നല്ല സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. വേണമെന്ന് വെച്ചെങ്കിൽ സോസ് കൂട്ടി കഴിച്ചാൽ മതി. സോസ് കണ്ടോ? ചിലർക്ക് മധുരക്കിഴങ്ങ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.